എൻ്റെ ഒരു അമ്മാവനുണ്ട്. 2018 വെള്ളപ്പൊക്ക സമയം. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ദൈവമേ വെള്ളം കയറി വരരുതെന്ന്. അമ്മാവൻ പ്രാർത്ഥിച്ചത് നെറ്റി കയറി വരരുതെന്ന്. അന്ന് ഞാൻ വിചാരിച്ചു അമ്മാവിന് ജീവനേക്കാളും പ്രേമം മുടിയോടാണെന്ന്. പക്ഷെ ഇതേ മുടി ചോറിലോ നിലത്തോ കിടക്കുന്ന കണ്ട അമ്മാവൻ മുടിയെന്നർത്ഥം വരുന്ന മറ്റു ചില വാക്കുകളും പറയുന്നത് കേൾക്കാം. എന്തായാലും വെള്ളം കയറി വന്നതുപോലെ അമ്മാവിന്റെ നെറ്റിയും കയറി വന്നു. പെട്ടെന്ന് പുള്ളിക്കൊരു തിരിച്ചറിവ് വന്നു. 3-4 മുടി ഉണ്ടെങ്കിലേ കഷണ്ടീന്ന് വിളിക്കുള്ളൂ. എന്നാ പിന്നെ മുട്ടയടിച്ചേക്കാം. ഇപ്പൊ പുള്ളി സ്കൂട്ടർ എടുത്തുകൊണ്ട് വെളിയിൽ പോയ AI ക്യാമറ പോലും ചലാൻ അടിക്കാറില്ല. കാരണം അത് വിചാരിക്കുന്നത് ഏതോ വില കൂടിയ ഹെൽമെറ്റ് ആണെന്ന്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മുടി പ്രശ്നമെന്ന്. പെണ്ണുങ്ങൾ മുടിയെ കാണുന്നത് ചില ആണുങ്ങൾ ഭാര്യമാരെ കാണുന്ന പോലെയാ. അവനവൻ്റെക്കാളും ഇഷ്ടം മറ്റുള്ളവരുടെയാ. ചുരുണ്ട മുടിയുള്ളവർക്ക് നീളം മുടി, കോലം മുടിയാണെങ്കിൽ ചെറിയ മുടി, അങ്ങനെ അങ്ങനെ. അപ്പോൾ പിന്നെ ഈ മുടിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിലുണ്ടല്ലോ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. ഇവിടം വരെയാണ് 2000, തോള് വരെയാണ് 4000, മുട്ട വരെയാണ് 6000 പ്ലസ് 18% GST എല്ലാം കൂടെ കൂട്ടി വരുമ്പോണ്ടല്ലോ കൊച്ചിയിലൊരു ഫ്ലാറ്റ് മേടിക്കുന്ന ലാഭം EMI അടഞ്ഞു നോക്കോളും. ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ അമ്മ ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് മുടിയാൽ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്? ഞങ്ങളുടെ ജനറേഷനെ കണ്ടിട്ടില്ലേ, നാച്ചുറൽ ബ്രൂട്ടിയാണ്. ഇത് നാച്ചുറൽ ബ്രൂട്ടിയുടെ ഒന്നല്ല. ഇതിന്റെ ഈ മുടിയെ ചെയ്യുന്ന സംഭവങ്ങളുടെയൊക്കെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, കെരാറ്റിൻ, ജെലാറ്റിൻ, ബോട്ടോക്സ്, അയൺ ബോക്സ്. അപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ 2 ഡിഗ്രി വേണം. അതുകൊണ്ടാണ് ഞാൻ എഴുതിക്കൊണ്ട് വന്നത്.